ഹായ് ഗൈസ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെക്കൻഡ് ഫേസിലെ രണ്ടാമത്തെ മത്സരം വരാൻ പോവുകയാണ്. എഗെയിൻസ്റ്റ് ഒഡീഷ FC മത്സരമാണ്. നമുക്കറിയാലോ, ഫസ്റ്റ് ഫേസ് അവസാനിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എൻഡിങ് തന്നെ ആയിരുന്നു കിട്ടിയിരുന്നത്. ബാക്ക് ടു ബാക്ക് മാച്ചസ്, അതായത് അടുപ്പിച്ച് 3 മത്സരങ്ങൾ വിൻ ചെയ്ത് പോയിന്റ് ടേബിൾ 1-ാം സ്ഥാനത്ത് നിന്നിട്ടാണ് നമ്മൾ ആ ഒരു ISL ആ ഒരു ഡിസംബറിൽ അവസാനിപ്പിച്ചിരുന്നത്. പക്ഷേ 2 മത്സരങ്ങൾ കൂടുതൽ നമ്മൾ കളിച്ചിരുന്നു ഗോവയേക്കാൾ. അപ്പം ഗോവ ഇപ്പം കഴിഞ്ഞ നടന്ന മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ വിജയിച്ച് പോയിന്റ് ടേബിൾ 1-ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് 2-ാം സ്ഥാനത്താണ്. 2-ാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് 3-ാം സ്ഥാനത്തുള്ള ഒഡീഷ FC ആണ്. 2 പോയിന്റിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും തമ്മിലുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒഡീഷ FCയെ സംബന്ധിച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ഈ ഒരു ISL ആദ്യ ലെഗ് നമ്മൾ കളിച്ച മത്സരമാണ്. ഹോം മത്സരമായിരുന്നു, കൊച്ചിയിൽ നടന്ന മത്സരം. അതിൽ ഒരു ഗോളിന് പുറകെ നിന്നിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുള്ള ഒരു മത്സരമാണ്. 2 ഗോൾ സെക്കൻഡ് ഹാഫിൽ അടിച്ചുകൊണ്ട്. അത് 2 ഗോളിലും ലൂണയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ആ ഒരു ലൂണ നമുക്കൊപ്പം ഇല്ല. അതിന് പകരം എത്തുന്ന ഫെഡർ കളിക്കാൻ പോകുന്ന ആദ്യത്തെ ഒരു മത്സരമായിരിക്കും ഇത് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ഞാൻ ഉറപ്പായിട്ടും ആ ഒരു സെക്കൻഡ് ഹാഫാണ് കൂടുതലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു രീതിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് വരിക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു മത്സരം നമുക്കറിയാലോ, സെക്കൻഡ് ഹാഫ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കളിച്ചിട്ടുള്ള ബെസ്റ്റ് പെർഫോമൻസ് ആ ഒരു മാച്ചിലെ സെക്കൻഡ് ഹാഫിലാണ് എന്നുള്ളൊരു നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഒഡീഷ FC ആ ഒരു ഒഡീഷ FC അല്ല. സീസണിൻ്റെ ആദ്യമൊക്കെ കുറച്ച് പരിങ്ങലുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ ഇപ്പം നന്നായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 3-ാം സ്ഥാനത്താണുള്ളത്. അതുപോലെ സൂപ്പർ കപ്പിൽ അവരുടെ പെർഫോമൻസ്, അവർ ഫൈനൽ വരെ എത്തിയിരുന്നു. അതുപോലെ AFC കപ്പിൽ അവർ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നു. മോഹൻ ബഗാനെയും ബഷുന്ധര കിങ്സിനെയൊക്കെ മറികടന്ന് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒഡീഷ FC അന്നുള്ളതിനേക്കാൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ചില താരങ്ങളൊക്കെ തിരിച്ചെത്തുന്നു. പക്ഷേ ലൂണ, പെപ്ര പോലെയുള്ള 2 സുപ്രധാന താരങ്ങൾ ഇല്ല എന്നുള്ളത് ഒരു ഫാക്ടറാണ്. അവരുടെ പകരക്കാരായിട്ട് എത്തുന്ന താരങ്ങൾ എങ്ങനെ വരും എന്നുള്ളതും പ്രധാനമായിട്ട് നോക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ആണ് ഞാൻ കൂടുതൽ എക്സൈറ്റ്മെൻറ്റോട് കൂടി നോക്കുന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. അത് നമ്മുടെ ഒരു 11 വെച്ചിട്ട് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ആദ്യം നമുക്ക് ഒഡീഷ FCയുടെ ഒരു എക്സ്പെക്റ്റഡ് 11 എന്ന് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നോക്കുമ്പോൾ ഒരു ഗോൾ കീപ്പറായിട്ട് അമരീന്ദറിനെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഡിഫൻസിലേക്ക് വരുമ്പോൾ സെൻറ്റർ ബാക്കിൽ നരേന്ദർ ആൻഡ് കാർലോസ് ഡെൽഗാഡോ ആയിരിക്കും കളിക്കുക. മൊത്തം ഓഫ് ഓൾ സസ്പെൻഷനാണ് എന്നുള്ളതാണ് സൂപ്പർ കപ്പിൽ കിട്ടിയിട്ടുള്ള ആ റെഡ് കാർഡ് കാരണം. അതുപോലെ റൈറ്റ് ബാക്കിൽ അമീർ റണാവ്ഡെ, അതുപോലെ ലെഫ്റ്റിൽ ജെറിൽ ആൽവിൻസാല ആയിരിക്കും കളിക്കുക. അതുപോലെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അഹമ്മദ് ജാഹു, പുട്ടിയ ആൻഡ് റബല്ലോ എന്നിവരായിരിക്കും കളിക്കുന്നുണ്ടാകുക. ആൻഡ് മുന്നേറ്റത്തിൽ ഇസാക്ക്, റോയ് കൃഷ്ണ, ഡീഗോ മൗറീഷ്യോ എന്നിവരും. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ രാഹുൽ KP അവൈലബിൾ അല്ല. അദ്ദേഹം ഒരു 4th യെല്ലോ കിട്ടിയിട്ട് സസ്പെൻഷനിലാണ് ഉള്ളത്. സോ അദ്ദേഹം ഉറപ്പായിട്ടും ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഫെഡർ, ജസ്റ്റിൻ ആൻഡ് ജീക്സൺ ഈ താരങ്ങളൊന്നും ആദ്യ ലെവലിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഫെഡറും ജസ്റ്റിനും ഇതുവരെ ടീമായിട്ട് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീക്സൺ ആണെങ്കിൽ ഒരു ഇഞ്ചുറി കഴിഞ്ഞ് ഇപ്പോൾ ഫിറ്റ് ആണെങ്കിലും ഒരു ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്താണെങ്കിലും കോച്ച് ആദ്യ ലെവലിൽ ഡയറക്റ്റ് പരീക്ഷിക്കാനുള്ളൊരു സാധ്യതകൾ കുറവാണ്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു 11 KBs നോക്കുമ്പോൾ സെയിം 4-4-2 സച്ചിൻ സുരേഷ് തന്നെ ഗോൾ കീപ്പർ. ഡിഫൻസിലേക്ക് വരുമ്പോൾ 2 വിദേശ സെൻട്രൽ ബാക്കുകളിൽ മിലോസും ലെസ്കോച്ചും, റൈറ്റിൽ പ്രീതം, ലെഫ്റ്റിൽ നവോച്ച ആൻഡ് ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ അസർ ആൻഡ് ഡാനിഷ് ഫറൂഖ്, ആൻഡ് ലെഫ്റ്റിൽ ഐമൻ, റൈറ്റിൽ ഡൈസുക്കെ സക്കായ്. ആൻഡ് മുന്നേറ്റത്തിൽ ഞാനൊരു ചേഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ദിമിക്കൊപ്പം ഇഷാൻ പണ്ഡിത സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ആദ്യത്തെ മത്സരമാകും എന്നുള്ളത്. ഐ ഡോണ്ട് നോ അത് സംഭവിക്കുമോ എന്നുള്ളത്. അതല്ല പകരം ഇനി കോച്ച് ഒരു വിങ്ങിലൊരു ഇന്ത്യൻ താരത്തെ ഉൾപ്പെടുത്തി, ഈവൻ സൗരഭിനെ വല്ല ഉൾപ്പെടുത്തിയിട്ട് ഒരു ജസ്റ്റിനെ ഡയറക്റ്റ്ലി ഒരു ഫോർവേഡ് എന്ന നിലയിൽ കളിപ്പിക്കുമോ എന്നുള്ളതും നമുക്ക് നോക്കി കാണേണ്ടതാണ്. അത് വെയിറ്റ് ആൻഡ് സീ. അതിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് ഇഷാനെ കളിപ്പിക്കും എന്നുള്ളൊരു കാര്യം. കാരണം ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു നിലയിലെ സാഹചര്യത്തിൽ. ഈ ഒരു മത്സരത്തിലായിരിക്കും ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഇതുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി സെക്കൻഡ് ഹാഫ് എന്തുകൊണ്ട് ഞാൻ എക്സൈറ്റ്മെൻറ്റോട് കൂടി നോക്കി കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് ഹാഫിൽ ഇപ്പം ഫെഡർ അല്ലെ ജസ്റ്റിൻ, ജീക്സൺ പോലെയുള്ള താരങ്ങൾ, അല്ല സൂപ്പർ താരങ്ങൾ ബെഞ്ചിലിരിപ്പുണ്ട്. അവർ വരുമ്പോൾ ആ ഒരു ചേഞ്ച് എത്രത്തോളമായി വരും എന്നുള്ള രീതിയിലാണ് ഞാനൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടി കാത്തിരിക്കാൻ കാരണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗെയിം സെക്കൻഡ് ഹാഫിൽ പ്രതീക്ഷിക്കുന്നു എന്ന് പറയാനായിട്ടുള്ള ഒരു റീസൺ അത് സംഭവിക്കട്ടെ. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിലെ ഒരു വിജയം ഏറ്റവും അനിവാര്യമാണ്. പ്രത്യേകിച്ച് കലിംഗ സ്റ്റേഡിയത്തിലെ ഒരു റെക്കോർഡ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല. ഐ തിങ്ക് ഒഡീഷയ്ക്കെതിരെ കളിച്ച മത്സരങ്ങളൊന്നും അവിടെ, അതായത് കലിംഗയിൽ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ ഇപ്പോൾ സൂപ്പർ കപ്പിലാണെങ്കിലും ഈ ഒരു കലിംഗയിൽ കളിച്ച മത്സരങ്ങൾ ജയിച്ചിട്ടില്ല ഇതേവരെ. ആകെ ജയിച്ച ആ ഒരു മത്സരം കലിംഗ ആ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിൽ, ആ സെക്കൻഡ് ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള ഒരു മത്സരമാണ്. അല്ലാണ്ട് കലിംഗ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിജയങ്ങൾ കിട്ടാത്ത ഒരു സ്റ്റേഡിയമാണ്. പക്ഷേ ചരിത്രങ്ങൾ എപ്പോഴും മാറ്റിക്കുറിച്ചിട്ടുള്ളൊരു സീസണാണ്. ആ ഒരു കാര്യം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ഒരു മത്സരത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം FC ഗോവയ്ക്ക് 1 പോയിന്റ് ലീഡായി കഴിഞ്ഞു.
അവരൊരു മത്സരം ത്തിൻ്റെ ഒരു കുറവേ കളിച്ചുള്ളൂ. പക്ഷേ ആ ഒരു ഡിഫറൻസ് വലുതാക്കാൻ പാടില്ല. നമ്മൾ ഷീൽഡിലേക്ക് തന്നെ ഫൈറ്റ് ചെയ്യുന്നൊരു ക്ലബ്ബായി ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മാറണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ആ ഒരു 6ാം സ്ഥാനത്തുള്ള പ്ലേ ഓഫ് അത് കഴിഞ്ഞുള്ള ട്രോഫിയേക്കാൾ ഷീൽഡിനാണ് ആ ഒരു ഇമ്പോർട്ടൻസ്. അത് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് പോലെയൊക്കെ ഇരിക്കും. ആദ്യ മത്സരം വിജയിച്ച് തന്നെ തുടങ്ങാൻ, അതൊരു എവേ മത്സരത്തിൽ വിജയിച്ച് തുടങ്ങി കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 മാച്ചസ് വിൻ എന്നുള്ള നിലയിലേക്കൊക്കെ എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ്? ഉറപ്പായിട്ടും ഒന്ന് കമ്പോസിൽ കാണിക്കും. ഞാനൊന്ന്